ഇപ്പോൾ എൻ സുബ്രഹ്മണ്യനെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങളിലേക്ക് കൂടി ഒന്ന് പോകട്ടെ റോഷി. അഭിലാഷ്, ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത എൻ സുബ്രഹ്മണ്യനെ ഇപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുകയാണ്. വൈദ്യപരിശോധനകൾക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണോ അതോ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതാണ്? കസ്റ്റഡിയെടുത്ത് കൊണ്ടുവരുന്ന വഴിയിലാണ് എൻ സുബ്രഹ്മണ്യനെ ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചത്. ഇതോടുകൂടി തന്നെ വഴിയിലുണ്ടായിരുന്ന നിർമ്മല ആശുപത്രിയിലാണ് ഇപ്പോൾ എൻ സുബ്രഹ്മണ്യനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ആ വൈദ്യപരിശോധന നടന്നതിന് ശേഷം മാത്രമായിരിക്കും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും വൈദ്യപരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രഷർ അടക്കം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഡോക്ടർമാരുടെ അഭിപ്രായത്തിനനുസരിച്ചായിരിക്കും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ള വിവരം കൂടി, അത്തരം സൂചനകൾ കൂടി ഇപ്പോൾ ലഭ്യമായി. അതോടൊപ്പം തന്നെ ഒപ്പം പോയിരുന്ന മറ്റു വാഹനങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയങ്ങൾക്കകം തന്നെ ഇവിടേക്ക് സുബ്രഹ്മണ്യൻ എത്തിക്കുമെന്നാണ് അവർ പറയുകയും ചെയ്തത്. ഏതായാലും വൈദ്യപരിശോധനയ്ക്കായി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, AI ഫോട്ടോ പങ്കുവച്ചിട്ടില്ല എന്ന് തന്നെയാണ് സുബ്രഹ്മണ്യൻ പറയുന്നത്. റോഷിപാൽ പങ്കുവച്ചത് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചിത്രമാണ്. ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധനയ്ക്കൊക്കെ വിധേയമാക്കി കഴിഞ്ഞു. പാർട്ടിയുടെ ഒരു നിലപാട് എന്താണ്? നേതാക്കൾ ഇപ്പോൾ എടുക്കുന്ന നീക്കം എന്താണ്? സുജയ, ഇതിൽ KPCC രാഷ്ട്രീയകാര്യ സമിതിയായ എൻ സുബ്രഹ്മണ്യനെതിരെ കേസെടുത്തതിനെതിരെ കടുത്ത നിലപാട്, കടുത്ത പ്രതിഷേധം കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. കാരണം കലാപാഹ്വാനം ചുമത്തേണ്ട സാഹചര്യം എന്താണെന്ന ചോദ്യമാണ് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നത്. കാരണം ഒരു AI ചിത്രമാണ്, അത് വ്യാജ ചിത്രമാണെങ്കിൽ പോലും എൻ സുബ്രഹ്മണ്യൻ പങ്കുവച്ചതിന്റെ ഉദ്ദേശം മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബന്ധമുണ്ട്. അവർ തമ്മിൽ സംഭാഷണം നടത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിന് തൊട്ട് താഴെ തന്നെ എത്തിക്കാൻ സാധിച്ചത്? എങ്ങനെ ഇവർ സഹകരിച്ചു? ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അടക്കം ഇക്കാര്യത്തിൽ ബന്ധമുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങൾ കുറേ ദിവസങ്ങളായി കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. ഈ ആരോപണങ്ങൾ, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ട്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി 3 മാസത്തിനപ്പുറത്ത് നടക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള UDFന് മുന്നേറ്റത്തിന് സഹായമായി എന്ന വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് UDF ആയുധമാക്കുന്നതും പ്രധാനപ്പെട്ടത് സ്വർണ്ണക്കൊള്ള തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിൽ ഒരു AI ഫോട്ടോ അത് പ്രചരിപ്പിച്ചത്. അത് സുബ്രഹ്മണ്യൻ മാത്രമല്ല, കോൺഗ്രസിന്റെ പല നേതാക്കളും സമാനമായ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. ഈ ചിത്രങ്ങൾ പ്രചരിച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തുവിട്ടത്. ആ ദൃശ്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത് നിന്ന് മുഖ്യമന്ത്രിക്ക് വാഹനത്തിന്റെ ആംബുലൻസിന്റെ താക്കോൽ കൈമാറുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. സ്വർണ്ണക്കൊള്ള കേസിലെ അറസ്റ്റിലായ, ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അരികിൽ നിന്നും മുഖ്യമന്ത്രി പോകുന്നുണ്ട്. ആ പോകുന്ന ഘട്ടത്തിൽ ഉള്ള ഒരു ചിത്രം, നിരവധി ചിത്രങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ടായി ഒരു ഭാഗത്ത് പ്രചരിക്കുന്നുണ്ട്. ആ ഫോട്ടോയ്ക്കൊപ്പമാണ് ഈ AI നിർമ്മിത ചിത്രം. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെവിയിൽ അത് സ്വകാര്യം പറയുന്ന തരത്തിലുള്ള AI ചിത്രമാണ് പ്രചരിച്ചത്. ആ ചിത്രത്തിന്റെ പേരിലാണ് ഇപ്പോൾ എൻ സുബ്രഹ്മണ്യനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്തിരിക്കുന്നത്. ആ ചിത്രം പ്രചരിപ്പിച്ചതോടെ നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ എൻ സുബ്രഹ്മണ്യൻ ലക്ഷ്യമിട്ടു. നാട്ടിൽ കലാപമുണ്ടാക്കാനുള്ള ശ്രമം എൻ സുബ്രഹ്മണ്യൻ നടത്തിയെന്നാണ് പോലീസ് ചുമത്തിയിരിക്കുന്ന കുറ്റം. അങ്ങനെയുള്ള ഒരു കണ്ടെത്തലാണ് പോലീസിന്റെ ഭാഗത്ത്. അതാണ് പോലീസ് സ്വമേധയാ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമായ എൻ സുബ്രഹ്മണ്യനെതിരെ കേസെടുത്തത്. ഏതെങ്കിലും നേതാക്കളുടെ പരാതിയിലല്ല, സ്വമേധയാ കേസെടുത്തതാണ്. സ്വാഭാവികമായും ആ ഒറ്റ കാരണത്താലാണ് കോൺഗ്രസ് ഇത് ആയുധമാക്കുന്നതും. സ്വമേധയാ കേസെടുക്കേണ്ട സാഹചര്യം ഉണ്ടോ എന്ന ചോദ്യം കോൺഗ്രസ് ഉയർത്തുന്നു. മാത്രവുമല്ല, ഇങ്ങനെ കലാപാഹ്വാനം നടത്തിയിട്ടുണ്ടോ എൻ സുബ്രഹ്മണ്യൻ, അത് സ്വാഭാവികമായും ആരോപണം എന്ന നിലയിൽ എടുക്കേണ്ടതല്ലേ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. ഏതായാലും KPCC അധ്യക്ഷനടക്കമുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ ഏറെ വൈകാതെ തന്നെ പ്രതികരിക്കും. രമേശ് ചെന്നിത്തല 10 മണിയോടെ ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഓഫീസ് അറിയിക്കുന്നത്. കടുത്ത പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടാകും. KPCC നേതൃത്വം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനുമായി ആശയവിനിമയം നടത്തിയതാണ് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ പുറത്തുവിടുമെന്ന് എൻ സുബ്രഹ്മണ്യൻ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ചേവായൂർ സ്റ്റേഷനിലേക്ക് ഉടൻ തന്നെ